നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. കമലിനെതിരെയുള്ള അരിശം തീരാതെ ഇപ്പോൾ കമലിന്റെ പുതിയ ചിത്രമായ ആമിക്കെതിരെയും ആക്രമണം തുടങ്ങിയിരിക്കുന്നു. ഇത് സഹിക്കാനാകാതെ ആമിയുടെ കഥാപാത്രം അവതരിപ്പിക്കുന്ന മഞ്ജു വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തിറങ്ങി. അപ്പോഴും തീരുന്നില്ല പ്രശ്നങ്ങൾ. ഇതൊരു വഴിക്ക് നടക്കുമ്പോഴാണ് ഇന്ന് ചെമ്മീൻ സിനിമയുടെ 50ാം വാർഷികത്തിനെതിരായുള്ള പ്രതിഷേധത്തിൻ്റെ റിപ്പോർട്ടും. എന്താണ് നമ്മുടെ സിനിമാ രംഗത്തെ കലാകാരന്മാർക്കെതിരെയുള്ള ഈ പ്രതിഷേധം നടത്തുന്നവരുടെ ഉദ്ദേശം? ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? കമലിനെതിരെയുള്ള ആക്രമണം, ആമിക്കെതിരെയുള്ള വലിയ ആക്രമണം, മഞ്ജു വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, ചെമ്മീൻ സിനിമയ്ക്ക് 50ാം വാർഷികത്തിനെതിരെയും പ്രതിഷേധം, സെക്സി ദുർഗ എന്ന ചിത്രത്തിനെതിരെയുള്ള വലിയ ആക്രമണം മറ്റൊരു വശത്ത് നടക്കുന്നു. എന്താണ് സിനിമാ കലാകാരന്മാർക്കെതിരെയുള്ള ഈ പ്രതിഷേധത്തിൻ്റെ സന്ദേശം? ആരാണ് ഇതിന് പിന്നിൽ? ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആദ്യഘട്ടത്തിൽ പ്രൊഫസർ MN കാരശ്ശേരി, ശ്രീ ജോർജ് കുര്യൻ, ശ്രീ ഫക്രുദ്ദീൻ അലി, ഒപ്പം കമൽ, മഞ്ജു വാര്യർ, അലൻസിയർ തുടങ്ങിയവരെ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ശ്രീ ജോർജ് കുര്യൻ, ഈ കമലിനെതിരെ ഉള്ള ആക്രമണം ആദ്യം തുടങ്ങിയത് BJPയുടെ നേതാക്കളിൽ നിന്നാണ്. ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ നിങ്ങളുടെ മേഖലാ ജാഥകൾ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങളിൽ തുടങ്ങിയതാണ് കമലിനെതിരെയുള്ള ആക്രമണം. ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ കമൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നു. ശ്രീ കമൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അങ്ങേക്ക് നേരെ ഒരു വിഭാഗം നടത്തിയ ആക്രമണത്തിൻ്റെ തുടർച്ചയായിട്ടാണോ ഇപ്പോൾ ആമി എന്ന ചലച്ചിത്രത്തിനെതിരെ നടക്കുന്ന വലിയ ആക്രമണത്തെയും കാണുന്നത്? അതിന്റെ തുടർച്ചയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ വരുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലാണല്ലോ. ഈ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ആർക്കും കയറി എന്തും പറയാനുള്ള ഒരു വേദിയാണല്ലോ. അപ്പൊ അതിനെ അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. അതല്ലാതെ ഇപ്പൊ ഒരു സംഘടിതമായിട്ടുള്ളൊരു നീക്കമായിട്ട് പറയുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കണം, അതിന്റെ പേരിൽ ഇപ്പൊ ഒരു അവസരം കിട്ടിയിരിക്കുന്നു, അത് അവർ ഉപയോഗപ്പെടുത്തുന്നു, അത്രേ ഉള്ളൂ. ശ്രീ കമൽ, ഇതിനു മുൻപും താങ്കൾ ധാരാളം ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരു സ്നേഹപ്രകടനം അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ആരാധകരുടെയോ എതിർക്കുന്നവരുടെയോ ഒരാക്രമണം സമൂഹ മാധ്യമങ്ങളിലൂടെയോ മറ്റു രീതിയിലോ താങ്കൾ കേൾക്കേണ്ടി വന്നതായി നമുക്കറിയില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇതിങ്ങനെ തുടരുന്നത് തൊട്ട് മുമ്പ് താങ്കൾക്കെതിരെ ഉണ്ടായിട്ടുള്ള സംഘടിതമായ ഒരു ആക്രമണത്തിന്റെ ഭാഗം എന്ന നിലയ്ക്ക് കാണേണ്ടി വരില്ലേ? അങ്ങനെ ഉണ്ടാവാം. അതിപ്പോ ഞാനതിനെ കുറിച്ച് ഇനി അഭിപ്രായം പറയുന്ന ആവശ്യമില്ലല്ലോ. കാരണം പൊതുസമൂഹവും കേരളവും മുഴുവൻ അത് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അപ്പോ അത് എവിടെ നിൽക്കുന്നു ഓരോരുത്തരുടെ നിലപാടുകളും നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്കെതിരെ വരുന്നതിന്റെ പുറകിൽ എന്നോടുള്ളതിനപ്പുറത്ത് മാധവിക്കുട്ടി എന്ന് പറയുന്ന മലയാളികളുടെയൊക്കെ മനസ്സിലുള്ള, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയുടെ സ്വത്വം ഏത് രീതിയിലാണ് അവസാന കാലത്ത് ആൾക്കാർ വായിച്ചത്, അല്ലെങ്കിൽ തെറ്റായി വായിച്ചത് എന്നുള്ളതിന്റെ ഒരു പ്രകടനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഞാൻ മാധവിക്കുട്ടി അങ്ങനെയല്ല കാണുന്നത്. ഈ സിനിമയിലൂടെ അങ്ങനെ പറയാനല്ല ഉദ്ദേശിക്കുന്നത്. അവരുടെ മതം മാറ്റമോ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സിക്ക് അപ്പുറത്തൊരു എഴുത്തുകാരി എന്നുള്ള രീതിയിൽ മാധവിക്കുട്ടിക്ക് ഒരു വലിയ സ്വത്വമുണ്ട്. അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. എന്റെ സിനിമയിലൂടെ ചർച്ച ചെയ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. പക്ഷേ ശ്രീ കമൽ, ഈ മാധവിക്കുട്ടിയുടെ ജീവിതരേഖ വരച്ചെടുക്കുന്ന ഒരു ചിത്രം കൂടി ആകുമ്പോൾ അക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു ഏട് തന്നെയാണ്. അത് അവസാന കാലത്തേതാണെങ്കിലും ഈ മതം മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യവും അത് മാധവിക്കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റി താങ്കൾക്ക് ഒരു സിനിമ സംവിധാനം ചെയ്ത് അവതരിപ്പിക്കാൻ ഉദ്ദേശമുണ്ടോ ഇപ്പോൾ? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. കാരണം തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിന്റെ മുഴുവനായിട്ട് സമ്പൂർണ്ണമായി അവതരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഈ ചർച്ചകൾ ഇപ്പോഴല്ല വരേണ്ടത്. സിനിമ വരട്ടെ. സിനിമ വന്നതിന് ശേഷം ആൾക്കാർക്ക് ചർച്ച ചെയ്യാമല്ലോ. ഒരു സിനിമയെ മുൻപിൽ കണ്ടുകൊണ്ട് ആൾക്കാർക്ക് ചിലപ്പോൾ എന്ത് കലാസൃഷ്ടിയാണ് ആ കലാസൃഷ്ടിയെ വെച്ച് സംസാരിക്കട്ടെ, എന്നിട്ട് വിലയിരുത്തട്ടെ, അല്ലെങ്കിൽ അതിന് എതിരഭിപ്രായമോ അനുകൂലമോ ഒക്കെ പറയട്ടെ. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. പക്ഷേ ശ്രീ കമൽ, ഇപ്പോൾ സംഭവിക്കുന്നത് താങ്കളുടെ ചിത്രത്തിൽ ആമി ആകേണ്ട ആദ്യത്തെ നായിക മാറി.
ഇപ്പോൾ മഞ്ജു വാര്യർ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വളരെ ആവേശത്തോടു കൂടി മുന്നോട്ട് വന്നിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് മഞ്ജു വാര്യർക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നിരിക്കുന്നത്. ഇത് താങ്കളുടെ സിനിമയെ ഏത് തരത്തിലാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണേണ്ടത്. തൽക്കാലം ഞാൻ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ എന്റെ സിനിമയ്ക്കോ ഇതൊന്നും ബാധകമാകുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത്തരം സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചകളോ അഭിപ്രായ പ്രകടനങ്ങളോ ഒന്നും ഒരു സിനിമ ചെയ്യുന്ന നിർമ്മാതാവിനെയോ അതല്ലെങ്കിൽ സംവിധാനം എന്നുള്ള രീതിയിൽ എന്നെയോ ബാധിക്കുന്നില്ല. പിന്നീട് ആൾക്കാർക്ക് ചർച്ച ചെയ്യാനുള്ള അവകാശമുണ്ട്, അതിനെ ഞാൻ എതിർക്കുന്നുമില്ല. പ്രത്യേകിച്ചും ഒരു കലാസൃഷ്ടി എന്നുള്ള രീതിയിൽ ഒരു സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യാനെല്ലാം അവകാശമുണ്ട്. അതിനു മുമ്പ് മാധവിക്കുട്ടി എഴുത്തുകാരി എന്നുള്ള രീതിയിൽ പൊതുസമൂഹം എന്നും ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയാനുള്ള അവകാശമുണ്ട്, പറയട്ടെ എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പക്ഷെ വ്യക്തിപരമായിട്ട് ഇപ്പൊ മഞ്ജു വാര്യർക്കെതിരെയാകുമ്പോഴാണ് നമുക്കൊക്കെ ഖേദമുള്ളത്. കാരണം കേരള മലയാളികൾ മുഴുവൻ അംഗീകരിക്കുന്ന ഒരു അഭിനേത്രി എന്നുള്ള രീതിയിൽ അവരെ എങ്ങനെയാണ് നമ്മൾ മലയാളി സമൂഹം നെഞ്ചേറ്റിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ വ്യക്തിപരമായിട്ട് അവരെ ഒരു കഥാപാത്രം ചെയ്യുന്നതിന്റെ പേരിൽ മഞ്ജുവിനെ അധിക്ഷേപിക്കുന്നതോ ആക്രമിക്കുന്നതോ ഒട്ടും ശരിയല്ല. ഒരു കലാകാരി എന്നുള്ള രീതിയിൽ, അഭിനേത്രി എന്നുള്ള രീതിയിൽ ഏത് കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിൽ കയറി കൈകടത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ്. നാളെ അവരെ ശ്രീ കമൽ, ഇപ്പോൾ മഞ്ജു വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മഞ്ജു വാര്യർ പറഞ്ഞിരിക്കുന്നത് എൻ്റെ രാഷ്ട്രീയ നിലപാടല്ല ഈ സിനിമയിലൂടെ വരാൻ പോകുന്നത്, അത് എൻ്റെ ഒരു കഥാപാത്രം മാത്രമാണ് എന്ന അർത്ഥത്തിലാണ്. ഇങ്ങനെ രാഷ്ട്രീയ നിലപാടല്ല എന്ന് ബോധ്യപ്പെടുത്തിയ ഒരു കലാകാരി ഒരു ചലച്ചിത്രത്തിന് തയ്യാറെടുക്കേണ്ടി വരുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് എന്തൊക്കെയോ ഭയപ്പെടുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. അത്തരം ഭയം ഇവിടെ ഉണ്ടാകേണ്ട സാഹചര്യമുണ്ടോ മഞ്ജു വാര്യർക്ക്? അല്ല, ഒരു കലാകാരിക്ക് അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആർക്കും തന്റെ രാഷ്ട്രീയം ഒരു സിനിമയിലൂടെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയില്ല. അത് അവരുടെ വ്യക്തിപരമായ കാര്യം മാത്രമാണ്. അവർക്ക് എന്ത് രാഷ്ട്രീയ നിലപാടെടുക്കാന്നുള്ള അവരുടെ വ്യക്തിപരമായ ഒരു കാര്യം മാത്രമാണ്. ഇവിടെ ഒരു ഭയത്തിന്റെ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും മഞ്ജു വാര്യരെ പോലെ ഒരു കലാകാരി അങ്ങനെ ഭയപ്പെടുന്ന കൂട്ടത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ നിലപാടുകൾ നമുക്ക് മുൻകാലങ്ങളിലും അറിയാവുന്നതാണ്. അവർ വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുകയും ജീവിതം കൊണ്ട് അത് തെളിയിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഒരു ചെറിയ കാര്യങ്ങൾക്ക് ഭയപ്പെടുന്ന ഒരാളാണെന്ന് ഞാൻ ആ പോസ്റ്റിലൂടെ എനിക്ക് അങ്ങനെ വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഈ സിനിമയിൽ ഈ രീതിയിലുള്ള വിവാദങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത് ഏതെങ്കിലും തരത്തിൽ താങ്കളുടെ ചിത്രീകരണം തുടങ്ങുന്നതിന് ഇനിയും ദിവസങ്ങളുണ്ട്, അത് ഏതെങ്കിലും തരത്തിൽ ആ സിനിമയുടെ ഇപ്പോൾ തീരുമാനിച്ചു വച്ചിരിക്കുന്ന ഒരു രീതിശാസ്ത്രത്തിന് മാറ്റം വരുത്തും എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അത് കഥാപാത്രങ്ങളുടെ സമ്മർദ്ദമാകാം, സംവിധായകന്റെ സ്വയം പുറമേ നിന്നുള്ളൊരു സമ്മർദ്ദത്തിന് വിധേയപ്പെടുന്നതാകാം. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അതിനൊരു പ്രശ്നമുണ്ടാകാതെ മുന്നോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് താങ്കൾ നടത്താൻ സാധ്യതയുണ്ടോ? എന്തായാലും ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും പ്രേരണയോ അല്ലെങ്കിൽ മറ്റെന്തോ കാര്യത്തിന്റെ പേരിൽ ചിത്രീകരണത്തില് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിൽ ഒരു മാറ്റം വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. തീർച്ചയായിട്ടും ഇത് എന്റെ കലാവിഷ്കാരമാണ്. അതിന് എല്ലാ സ്വാതന്ത്ര്യവും ഈ ഇന്ത്യൻ ഭരണഘടന എനിക്ക് നൽകുന്നുണ്ട്, ഇന്ത്യ മഹാരാജ്യം എനിക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭീഷണികളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഞാനോ എന്റെ നിർമ്മാതാവോ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആരും ഭയപ്പെടുന്നില്ല, ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ കമൽ, താങ്കൾക്ക് ഭരണഘടന നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യവും നിലനിൽക്കുകയാണ്. താങ്കളുടെ വീട്ടിന് മുമ്പിൽ വലിയ പ്രതിഷേധങ്ങൾ കണ്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഈ സിനിമ ഇറങ്ങുമ്പോഴും അതുപോലെ കുറെ സ്ഥലം ഒഴിച്ചിടേണ്ടി വരും എന്ന് കരുതേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ? നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം നമ്മുടെ അസഹിഷ്ണുതയുടെ ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഏതൊക്കെ രീതിയിൽ അസഹിഷ്ണുത ഈ സിനിമയ്ക്കെതിരെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം. അതല്ലേ പറയാൻ പറ്റുള്ളൂ. ശരി, ഞാൻ തിരിച്ചു വരാം. ഇടയ്ക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്തിക്കോളാം. ദയവായി അങ്ങ് ആ സമയത്ത് എടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ശ്രീ ജോർജ് കുര്യൻ, ഇതാണ് സാഹചര്യം. ശ്രീ കമൽ ഒരുപാട് കാലമായി നമ്മുടെ ചുറ്റുവട്ടത്ത് സിനിമയെടുത്ത് നമ്മളോടൊപ്പമുണ്ട്. ഈ കമൽ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റിലെ പേരെന്താണെന്നും പറഞ്ഞു തന്നത് അങ്ങയുടെ ചില നേതാക്കളാണ്. ഒപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ സിനിമ എടുക്കുമ്പോൾ പലതരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിൽ നിന്നുള്ള ഭീഷണികൾ, ആക്രമണങ്ങൾ, അതിൽ പണിയെടുക്കുന്ന കലാകാരന്മാർക്ക് ചിലർക്ക് മാറിപ്പോകേണ്ടി വരുന്നു. ഇപ്പോൾ അവർക്ക് ചില ബോധ്യപ്പെടുത്തലുകൾ സമൂഹത്തിന് മുമ്പിൽ വെച്ച് ഈ ചിത്രത്തിന് ഇറങ്ങി തിരിക്കേണ്ടി വരുന്നു. ഇതൊക്കെ സംഭവിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് താങ്കൾക്കറിയാമല്ലോ. BJPക്ക് അതിനുള്ള ഉത്തരം എന്താണ്? അല്ല സഖാവ് ലാലേ, ഈ സുഹൃത്ത് എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങ് പറഞ്ഞതെങ്കിൽ ഞാൻ സ്വീകരിക്കുന്നു. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആകാനുള്ള ഒരു ശ്രമമുണ്ടോ?
അല്ല ഉണ്ടോ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആകാനുള്ള വല്ല ശ്രമമുണ്ടോ? കമലത് അങ്ങോട്ട് കൊത്തിയില്ല. എന്നാൽ എന്നെ ആരും എതിർത്തില്ല, മഞ്ജു വാര്യരെ എതിർത്തിട്ടുണ്ട്. മഞ്ജു വാര്യരോട് ചോദിക്കുമ്പോൾ എന്നെ ആരും എതിർത്തിട്ടില്ലെന്ന് പറയും. എൻ്റെ ലാലെ നാണമില്ലേ? ജിഷ്ണുവിൻ്റെ കേസാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. വൈസ് പ്രിൻസിപ്പളിൻ്റെ റൂമിൽ രക്തം, അതുപോലെ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി കൃഷ്ണദാസിന് ജാമ്യം. വി എസ് ആലപ്പുഴ സമ്മേളനത്തിൽ വി എസിനെതിരെ നമ്മുടെ ഏതോ വിജയൻ പറഞ്ഞത് കൊണ്ടാണോ അവിടെ പോയെന്ന് ചോദിച്ച പോലെയാണ്. നമുക്ക് ആകെപ്പാടെ കുറച്ച് സമയമേ ചർച്ചയ്ക്കുള്ളൂ എന്നുള്ളത് അങ്ങേക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ദയവായി നമുക്ക് മറ്റു ചാനലുകളിൽ എന്ത് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് ഈ ചാനലിൽ ചർച്ചയ്ക്ക് എടുക്കരുത്. ദയവായി നമുക്ക് അതൊക്കെ വേണമെങ്കിൽ ഒരു പ്രത്യേക പരിപാടിയായി അവതരിപ്പിക്കാം. പക്ഷേ ഇന്നിപ്പോൾ ഈ ചാനൽ ചർച്ച ചെയ്യുന്നത് സമൂഹത്തിന് വളരെ പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന കലാകാരന്റെ സ്വാതന്ത്ര്യം, ഒപ്പം ഇന്ത്യൻ ഭരണഘടന കലാകാരന്മാർക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ഏത് രീതിയിലാണ് ഈ രാജ്യത്ത് BJP ഭരിക്കുമ്പോൾ ഹനിക്കപ്പെടുന്നത് എന്നുള്ളത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിന് BJPയുടെ ഉത്തരം എന്താണ് എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ കമലിന് ഒരു സിനിമ എടുക്കാൻ സാധിക്കുന്നില്ല. ആ സിനിമയിൽ അഭിനയിക്കുന്ന മഞ്ജു വാര്യർക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എന്റെ ഉദ്ദേശം ഇതാണ്, രാഷ്ട്രീയമല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരുന്നു. ഇതെന്തൊരു കാലഘട്ടമാണ് ഈ രാജ്യത്ത് ശ്രീ ജോർജ് കുര്യൻ? അല്ല, മർദ്ദകരുടെ കൂടെ നിൽക്കുന്ന ഭരണകൂടത്തെ രക്ഷിക്കാൻ വേണ്ടി സഖാവ് ലാല് ഇങ്ങനെ ഒരു ചർച്ച എടുത്താണ്? അതോ ഇടതുവശത്ത് മുകളിലിരിക്കുന്ന ആ ഏമാന്മാര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ? ശ്രീ ജോർജ് കുര്യൻ, ഈ ചർച്ചയിൽ ഞാൻ ചോദ്യങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുമ്പോൾ അങ്ങ് എന്നെ അഭിസംബോധന ചെയ്യുന്നത് അങ്ങയുടെ ആരാധകർക്ക് വേണ്ടിയാണ് സഖാവെന്ന് എന്നെ അങ്ങനെ വിളിക്കുന്നതെങ്കിൽ എനിക്കതിനകത്ത് പരാതിയില്ല. പക്ഷേ ഈ അങ്ങേക്ക് താല്പര്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ചാനലിലെ അവതാരകരെ അങ്ങ് പ്രിയപ്പെട്ട സംഘി എന്നാണോ വിളിക്കുന്നത്? എനിക്ക് അതുകൂടി അറിയണം. അതെ, ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ വിളിക്കാം. പക്ഷെ ഇതിന് ഉത്തരം പറ. എന്തിനാണ് ഈ ചർച്ച ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം? കമൽ തന്നെ പറയുന്നു സിനിമ വന്നിട്ടില്ല എന്ന് പറയുന്നു. കമലിനെ ആരും എതിർത്തിട്ടില്ല. കമൽ പറഞ്ഞത് എന്താണെന്ന് ഞാൻ ശ്രീ ജോർജ് കുര്യനോട് ആവർത്തിക്കാം. കമൽ ഇന്ന് പലയിടത്തും പ്രസംഗിച്ചതാണ്, പല ചാനലുകൾക്ക് അഭിമുഖം കൊടുത്തതാണ്. നമ്മളോടിപ്പോ സംസാരിച്ചപ്പോഴും ഈ കാലഘട്ടത്തിലെ അസഹിഷ്ണുത അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹം നിങ്ങളൊക്കെ ഉയർത്തുന്ന ഭീഷണിയെ വകവെക്കുന്നില്ല. അതാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിനെ തൃണവൽഗണിക്കുന്നു. അതുകൊണ്ട് ഇത് കാര്യമാക്കേണ്ട, ചർച്ച ചെയ്യേണ്ട, ഞാൻ സിനിമ എടുക്കും എന്നാണ് കമൽ ഇപ്പോൾ പറഞ്ഞത്. അല്ലാതെ ഇതൊരു പ്രശ്നമേ അല്ല, ഇങ്ങനെ ഒന്നുമില്ല എന്നല്ല. അല്ല, അതോ മാർക്കറ്റിംഗ് ആണോ? എന്താ പരിപാടി പറ. മതത്തിന്റെ അടിസ്ഥാനത്തിൽ തമ്മിലടിപ്പിക്കാനാണോ, അതോ ഒരു സിനിമ ഉണ്ടാകുന്നതിന് മുമ്പ് മാർക്കറ്റ് ചെയ്യാനാണോ? ജോർജ് കുര്യൻ, ഇപ്പോൾ നമ്മളോടൊപ്പം അലൻസിയർ കൂടി ചേർന്നിട്ടുണ്ട്. ഞാൻ അലൻസിയറിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ജോർജ് കുര്യൻ, ഒരു ചോദ്യം കൂടി എനിക്ക് താങ്കളോട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ചോദിക്കേണ്ടതുണ്ട്. അങ്ങ് പറയുന്നത് ഈ സിനിമ തുടങ്ങുന്നതിന് മുൻപ് ആ സിനിമയ്ക്ക് വേണ്ട പരസ്യം കിട്ടാൻ വേണ്ടി മാർക്കറ്റിംഗ് നടത്തുകയാണ് ഞാൻ എന്നുള്ള രീതിയിലാണ് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നേരെ തിരിച്ചൊരു പ്രതികരണം വന്നത് കമലിനെതിരായി ഈ നോട്ട് നിയന്ത്രണത്തിന്റെ പ്രശ്നം വന്നപ്പോൾ നിങ്ങളുടെ നേതാവ് AN രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴാണല്ലോ. അദ്ദേഹത്തിന്റെ ഉദ്ദേശവും ഇതുപോലെ മാധ്യമങ്ങളുടെ പ്രശസ്തി നേടി എന്റെ ജാഥ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതായിരുന്നോ? മാർക്കറ്റിംഗ് തന്നെയായിരുന്നോ അന്നും ഉദ്ദേശം? അല്ല ലാലെ, ഏതോ ഒരു വിജയൻ ആലപ്പുഴ സമ്മേളനത്തിൽ പറഞ്ഞതിന്റെ കാര്യം കൊണ്ടാണോ ഇപ്പൊ ജിഷ്ണുവിന്റെ വീട്ടിൽ പോയത് VS? ഇതെങ്ങനെ ഇത് കണക്ട് ചെയ്യുന്നത്? ഈ കാര്യങ്ങൾക്ക് ഇങ്ങനെ മറുപടി പറയുന്നവരെന്ന് ഇത് എന്ത് തരം ഉത്തരവാണെന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർ കൂടി പറയട്ടെ. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചെത്താം. ദയവായി എന്നോട് ക്ഷമിക്കുക പ്രൊഫസർ MN കാരശ്ശേരി മാഷ്. അങ്ങയിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ ശ്രീ അലൻസിയറിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ അലൻസിയർ, ഞാൻ ശ്രീ ജോർജ് കുര്യനോട് ചോദിച്ചത് എന്തുകൊണ്ട് കമലിന് ഈ ഭീഷണി തുടർന്ന് ഇങ്ങനെ ഉണ്ടാകുന്നു, ഒരിക്കൽ ഉണ്ടായതാണ്, ഇപ്പോഴും തുടരുന്നത് എന്തുകൊണ്ട്? മഞ്ജു വാര്യർക്ക് എന്തുകൊണ്ടാണ് ഒരു കലാകാരിക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഞാൻ രാഷ്ട്രീയം ഇല്ലാത്ത ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് എൻ്റെ സിനിമയിലൂടെ രാഷ്ട്രീയം കാണരുത് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു സിനിമയിൽ അഭിനയിക്കേണ്ടി വരുന്നു? ഇതിന് ജോർജ് കുര്യൻ പറയുന്ന മറുപടിയാണ് മറ്റുള്ളവരെ ഈ രീതിയിൽ അഭിസംബോധന ചെയ്യുന്നതായി നമ്മളിപ്പോൾ കേട്ടത്. ശ്രീ അലൻസിയർ, താങ്കളുടെ പ്രതികരണം എന്താണ്? എനിക്ക് തോന്നുന്നത്, ഞാൻ ശ്രീമാൻ ജോർജ് കുര്യൻ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ വ്യക്തമായി കേട്ടില്ല, ഞാൻ ഫോണിലാണ്. അതിപ്പോ ഏത് രാഷ്ട്രീയ കക്ഷി ആയാലും, അത് BJP ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും, രാജ്യത്ത് അസഹിഷ്ണുത വളർത്തുന്ന നിലപാടുകളും നടപടികളും എടുക്കുന്നത് അങ്ങേയറ്റം ഖേദകരവും അപലപനീയവുമാണ്. ഒരു കലാകാരൻ ഏത് സിനിമയെടുക്കണം,
ഒരു കലാകാരി ഏത് സിനിമയിൽ അഭിനയിക്കണം തീരുമാനിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു സംഘമോ അല്ല. അതിനവർക്ക് യാതൊരു അവകാശവുമില്ല, അധികാരവുമില്ല. ഇതൊരു പൗരന്റെയും ഒരു കലാകാരന്റെയും സ്വാതന്ത്ര്യമാണ്. അത് വിനിയോഗിക്കാനുള്ള അവകാശം അവർക്ക് നിഷേധിക്കപ്പെടുന്നിടത്ത് സ്വാഭാവികമായും മാധ്യമങ്ങൾ ഇടപെടും, കലാകാരന്മാർ പ്രതിഷേധിക്കും. അത് ആർക്കെതിരെ വേണോ വരാം, അത് ഇന്ന സംഘത്തിനെതിരെ എന്നല്ല. ആ സംഘം ആരാണോ അവർക്കെതിരെ ആയിരിക്കും മാധ്യമങ്ങളും കലാകാരന്മാരും പ്രതികരിക്കുക. അത് സ്വാഭാവികമാണ്, അതുണ്ടാവും, അത് ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ മൃതപ്രായമായ ഒരു സംസ്കാരവും മൃതപ്രായമായ ഒരു സമൂഹമായി നമ്മൾ മാറും. ഞാൻ തിരിച്ചു വരാൻ ശ്രീ അലൻസിർ, അതാണ് ശ്രീ ജോർജ് കുര്യൻ, കലാകാരന്മാർക്കെതിരെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ലംഘിക്കപ്പെടുന്ന ഏത് ഘട്ടമുണ്ടോ അവിടെയാണ് ചോദ്യങ്ങൾ ഉയരുക എന്ന് പറയുന്നത്. അതിന് നിങ്ങളുടെ പാർട്ടിയുടെ മറുപടി എന്താണ് അത്തരം ഘട്ടങ്ങളിൽ എന്നതായിരുന്നു എന്റെ ചോദ്യം. അതിനുള്ള മറുപടി ഇതുവരെയും പറഞ്ഞിട്ടില്ല. മഞ്ജുവാരെ ആരെങ്കിലും എതിർത്തോന്ന് ചോദിക്ക്. അല്ലെന്നേ, കമലിനെ ആരും എതിർത്തില്ല എന്ന് കമൽ പറഞ്ഞു. ഇനി മഞ്ജുവാരെ വിളിക്കൂ, മഞ്ജുവാര് പറയട്ടെ എതിർത്തോ ഇല്ലെന്ന്. ഞാൻ കേട്ടില്ല ഫേസ്ബുക്കിലൊന്നും മഞ്ജുവാരെ ആരും എതിർത്തതായിട്ട്. ശരി, ഇത് ലാല് മാത്രമാണ് എതിർത്തെന്ന്. അലൻസിയറോട് ലാല് പറഞ്ഞു ഇതാ മഞ്ജുവാരെ എതിർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അലൻസിയർ പറഞ്ഞു തെറ്റാന്ന് പറഞ്ഞു. ശരിയാണ്, എതിർക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കണമല്ലോ. ഇവിടെ ആരും എതിർത്തിട്ടില്ല, കമലിനെ എതിർത്തിട്ടില്ല, ഈ സിനിമയിൽ എടുക്കുന്നതിലും സിനിമ അഭിനയിക്കുന്നതിനും ആരും എതിർത്തിട്ടില്ല, മഞ്ജുവാരെ എതിർത്തിട്ടില്ല. പിന്നെ എന്തിനീ ചർച്ച? അതാണ് ഞാൻ ചോദിച്ചത്. എന്താ ഉദ്ദേശം? ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയാണ് മതപരിവർത്തനം ചെയ്തെന്നൊക്കെ ഇടയ്ക്ക് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, സിനിമയ്ക്കകത്ത് മതപരിവർത്തനമാണോ? അത് വേറെ കഥയല്ലേ, ഒരാളുടെ ജീവചരിത്രമല്ലേ. അപ്പൊ അതുകൊണ്ട് ലാലിന്റെ ഉദ്ദേശം എനിക്ക് ഇതിന്റെ അകത്തൊരു സംശയമുണ്ട്. ഞാൻ തിരിച്ചു വരാം. ഞാൻ അങ്ങയുടെ ഈ ഘട്ടത്തിൽ ഒരു തർക്കത്തിന് മുതിർന്ന് അങ്ങയുടെ ഉദ്ദേശം വിജയിപ്പിച്ചെടുക്കുന്നില്ല. 8:45 വരെ അങ്ങ് ചർച്ചയിൽ തർക്കിച്ചുകൊണ്ടിരിക്കും. ശ്രീ പ്രൊഫസർ MN കാരശ്ശേരി, ഈ കാര്യത്തിൽ വിദ്യാബാലനാണ് മാധവിക്കുട്ടി എന്ന നമ്മുടെ പ്രിയപ്പെട്ട സാഹിത്യകാരിയുടെ കഥാപാത്രത്തെ, ആമി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ടിയിരുന്നത്. വിദ്യാബാലൻ ആ കഥാപാത്രം ആകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് മാറിയത് അന്നേ ചർച്ചയായതാണ്. കമൽ നരേന്ദ്രമോദിയെ വിമർശിച്ചത് കൊണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ വേണം എന്ന് ഒരു വിഭാഗം കമലിനെ ഉപദേശിക്കുന്നതും നമ്മൾ കണ്ടു. കമലിന് ഇത് തന്നെ വരണം എന്ന്. പിന്നീട് ഇതാ ഇപ്പം മഞ്ജു വാര്യർ വന്നിരിക്കുന്നു. അപ്പോഴും ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും മറ്റു സമൂഹ മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും കമലിന്റെ ഈ ചിത്രത്തിനെതിരെ, മാധവിക്കുട്ടിയുടെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിനെതിരെ മഞ്ജു വാര്യർക്ക് പലതരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ് അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പതിവില്ലാതെ ഇട്ടിരിക്കുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന് ജോർജ് കുര്യൻ ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കലാകാരിക്കും കലാകാരനും പ്രതികരിക്കേണ്ടി വരുന്നത് എന്ന് അങ്ങേക്ക് തോന്നുന്നത്? കമലിൻ്റെ നേരെ ആദ്യം ഉണ്ടായ പ്രശ്നം വളരെ കഷ്ടമാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരത്തെ ചിത്രപ്രദർശനത്തിനിടയ്ക്ക് ആളുകളെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ദേശീയഗാനം ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാത്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിവരമൊന്ന് മുൻകൂട്ടി എന്നോട് പറയണം എന്നാണ് കമൽ പറഞ്ഞതെന്നാണ് എൻ്റെ അറിവ്. അവിടെ ദേശീയഗാനം പാടണ്ട എന്നോ പാടുമ്പോൾ ആൾ എഴുന്നേൽക്കണ്ട എന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. അത് താൻ നടത്തുന്ന ഒരു പരിപാടിക്കിടയ്ക്ക് സർക്കാരിൻ്റെ ഒരു അക്കാദമിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് പോലീസ് വരുമ്പോൾ താൻ അറിയണം എന്ന് പറയുന്ന ഈ നാട്ടിലെ നിയമം അനുസരിച്ചാണ്, മര്യാദയാണ്. അതിനെതിരായിട്ടാണ് വലിയ കോലാഹലം ഉണ്ടായത്. പിന്നെ സുപ്രീം കോടതി തന്നെ പറഞ്ഞ ഒരു വിധി അനുസരിച്ച് ഏതെങ്കിലും ഒരു പാട്ട് പാടണമെന്നോ പാടണ്ട എന്നോ ഒരാളെ നിർബന്ധിക്കാൻ പാടില്ല എന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞു. പിന്നെ വിദ്യാബാലൻ പിൻവാങ്ങിയത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി എനിക്ക് അറിഞ്ഞുകൂടാ. അത് സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി കൊണ്ടോ അവരുടെ താക്കീത് കൊണ്ടോ അവരുടെ പ്രേരണ കൊണ്ടോ ആണ് എന്ന് ആളുകൾ പറയുന്നത് ഫേസ്ബുക്കിൽ ഞാനും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മഞ്ജു വാര്യർക്കെതിരായിട്ട് സംഘപരിവാർ എന്ത് ചെയ്തു എന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഫേസ്ബുക്കിൽ ഞാൻ കണ്ടത് ഇവരുടെ തട്ടമിട്ട ചിത്രം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചില പരിഹാസങ്ങൾ, അതെല്ലാ ഭാഗത്തും ഉണ്ട്. അതായത് ആമി എന്ന കഥാപാത്രത്തെ മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്നതിനെ അനുകൂലിക്കുന്നവരും അതിനെ പ്രതികൂലിക്കുന്നവരായിട്ട്, അത് ഇതിൻ്റെ ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ ആർക്കെതിരായിട്ടാണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. കാരണം കള്ള മേൽവിലാസത്തിൽ ഫേക്ക് ഐഡിയിൽ ഒളിച്ചിരുന്നിട്ട് ആർക്കും എന്തും പറയാം.
അങ്ങനത്തെ ഒരു തരത്തിലും ഉത്തരവാദിത്തമില്ലാത്ത ഒരു മാധ്യമമാണത്. അതിനകത്തൊന്ന് കണ്ടു എന്ന് വെച്ചിട്ട് അത് ഇന്ന ആളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, തീർച്ചയായിട്ടും ഇവിടെ മതരാഷ്ട്രവാദത്തിൻ്റെ ആളുകൾ കലകൾക്ക്, പൊതുവിൽ സംസ്കാരത്തിന് എതിരായ ഒരു അസഹിഷ്ണുത വളർത്തുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അവർ ചിത്രകലയ്ക്കെതിരാണ്, MF ഹുസൈനെതിരായിട്ട്, സംഗീതത്തിനെതിരായിട്ട്, പാകിസ്ഥാനിൽ നിന്ന് ഗസൽ ഗായകന്മാർ വരണ്ടെന്ന് പറയുമ്പോൾ, ഇതുപോലെ ഇപ്പോൾ കാശ്മീരിൽ മുസ്ലിം പെൺകുട്ടികൾ പാട്ട് പാടാൻ പാടില്ല എന്ന് മുസ്ലിം പൗരോഹിത്യം പറയുന്നു. ഇങ്ങനെ സാഹിത്യത്തിനെതിരായിട്ട്, സാഹിത്യത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കഥാപാത്രം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നോക്കിയിട്ട് അങ്ങനെ പറയാൻ പാടില്ല എന്ന തരത്തിൽ പൊതുവെ സംസ്കാരത്തിനെതിരായിട്ടും, പ്രത്യേകിച്ച് സാഹിത്യം, ചലച്ചിത്രം, ചിത്രകല, സംഗീതം തുടങ്ങിയ കലകൾക്കെതിരായിട്ടും ഉള്ള ഒരു അസഹിഷ്ണുത വളരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അടുത്ത ഒരു തെളിവ് ഞാൻ ആലോചിക്കുന്നത്, നാരായണഗുരുവിൻ്റെ ഒരു ശില്പം റിയാസ് കോമു ഉണ്ടാക്കിയതിൻ്റെ കവർ ചിത്രം കൊടുത്തിരുന്നു ഭാഷാഭൂഷണി. ഇതുപോലെ ഒരു ടോം വട്ടക്കുഴി എന്ന് പറയുന്ന ചിത്രകാരൻ വരച്ച ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു ചിത്രത്തിനെതിരായിട്ട് ഭാഷാഭൂഷണി കൊടുത്തപ്പോൾ വലിയ ബഹളമുണ്ടായി. അപ്പം ഈ തരത്തിൽ നമ്മുടെ നാട്ടിൽ പല സമുദായങ്ങളിലും, പ്രത്യേകിച്ച് മതമൗലികവാദം, മതരാഷ്ട്രവാദം തുടങ്ങിയുള്ള കാര്യങ്ങളിൽ അവർ കലകൾക്കെതിരാണ്. കലകളൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെ, പൗരാവകാശത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന ഒരു സംഗതി കൊണ്ട് അവരെതിരാണ്. അതിനെതിരായിട്ട് ഒരു മനസ്സ്, ഒരു പൗരാവകാശ ബോധം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയെ പറ്റി നമ്മൾ വളരെ കരുതിയിരിക്കേണ്ടതാണ്. കാരണം അതിനകത്ത് നിന്നാണ് ഇന്നിപ്പോൾ, എന്നോട് ക്ഷമിക്കുക, നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വെറുപ്പ് വളർത്തുന്നത്, സമുദായങ്ങൾ തമ്മിലും പാർട്ടികൾ തമ്മിലുള്ള അകലം വളർത്തുന്നത്, അതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്ന ആളുകളാണ്. അവർക്ക് ഒളിച്ചിരിക്കാൻ സൗകര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് എന്തും പറയാം, ഏത് അളവിലും പറയാം, ഏത് കളവും പറയാം. അപ്പം അതുകൊണ്ട് ആ തരത്തിലുള്ള കള്ളപ്രചാരണങ്ങൾ ആരാണ് നടത്തുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു മനസ്സുണ്ടോ എന്ന് നമുക്ക് ആലോചന പോവും. കാരണം മാധവിക്കുട്ടി അവരെഴുതി തുടങ്ങിയ കാലത്തെ വലിയ വിവാദ കഥാപാത്രമായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 73-ലാണ് എൻ്റെ കഥ പുസ്തകമായിട്ട് വരുന്നത്. എന്തൊരു ബഹളമായിരുന്നു, ഞങ്ങളൊക്കെ ഒന്ന് പഠിക്കുന്ന കാലമാണ്. അത് കഴിഞ്ഞ് എന്നും മാധവിക്കുട്ടി ഒരു ഞാൻ തിരിച്ചു വരാം, മാഷ പറയുന്ന കാര്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഫക്രുദ്ദീൻ അലി, ഇപ്പോ ശ്രീ MN കാരശ്ശേരി പറഞ്ഞ ആ ഒളിച്ചിരിക്കുന്ന അവരാണ് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വിവാദമാക്കുന്നത് എന്ന് പറയുമ്പോൾ, അതിന് ഈ കാര്യത്തിൽ നമ്മളിപ്പോൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന കമലിൻ്റെയും മഞ്ജു വാര്യരുടെയും അതല്ലെങ്കിൽ ഈ സനൽകുമാർ ശശിധരൻ്റെ ഒക്കെ കാര്യങ്ങൾ എടുത്താൽ, ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ചെമ്മീൻ സിനിമയ്ക്കെതിരെയും ഇവിടെ വിവാദം വന്നിട്ടുണ്ട്, 50 വർഷം ആഘോഷിക്കുന്നതിനെതിരായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ടാകുന്നത്, ഇങ്ങനെ വർഗീയമായി ആളുകൾ വിഭാഗീയമായി ചിന്തിച്ച് പ്രതിഷേധങ്ങൾ കലാകാരന്മാർക്കെതിരെയൊക്കെ കൊണ്ടുവരുന്നത്, നേരത്തെ കാരശ്ശേരി മാഷൊക്കെ ചൂണ്ടിക്കാട്ടിയ ആ ഉദാഹരണങ്ങളൊക്കെ ഇവിടെ ഉള്ളത്, ആര് ആണ് ഈ അവർ എന്ന് നമ്മളെ ചിന്തിപ്പിക്കാൻ കാരണമാകുന്നില്ലേ? ഈ അവർ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ സൂചന ഫക്രുദ്ദീൻ അലിക്കുണ്ടോ? അത് കാരശ്ശേരി മാഷ് ഓൾറെഡി തന്നു കഴിഞ്ഞു. വളരെ കൃത്യമായി മതരാഷ്ട്രീയവാദം മുന്നോട്ട് വെക്കുന്ന എല്ലാ സംഘടനകളും, വെദർ ഇറ്റ്സ് RSS, വെദർ ഇറ്റ്സ് ജമാഅത്ത് ഇസ്ലാമി, എനി കാശ്മീരി ഓർഗനൈസേഷൻ, എനി ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ, അവരെല്ലാം അതിന് ഉത്തരവാദികളാണ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇന്നിപ്പം കമലിനെതിരെ നടന്നിട്ടുള്ള ഇപ്പം ഫേസ്ബുക്കിലൂടെ നടക്കുന്ന ഈ ഒരു ആക്രമണം, മുമ്പ് അല്ലാതെ അതായത് വീടിന് നടന്ന ആക്രമണം, ഇതിന് രണ്ടിനും ആക്രമണം എന്ന് വെച്ചാൽ പ്രൊട്ടസ്റ്റ് നേതൃത്വം നൽകിയത് കേരളത്തിൽ ഹിന്ദുത്വവാദി സംഘടനകളാണ്. അതിൻ്റെ പൊളിറ്റിക്കൽ രൂപമായ BJPയുടെ വക്താവാണ് നമ്മുടെ ജോർജേട്ടൻ വളരെ നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ജോർജേട്ടൻ സത്യത്തിൽ ഈ വർഗീയത, വെറുപ്പൊന്നും സംസാരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഒളിച്ചു വന്നത്. അദ്ദേഹം സേഫായി നിൽക്കുകയാണ് ആ കാര്യത്തിൽ. എനിക്ക് അദ്ദേഹത്തെ ആ കാര്യത്തിൽ ബഹുമാനമുണ്ട്. എന്നും ഇവിടെ വന്നിരിക്കുകയും വേണം, പക്ഷേ എനിക്കിത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വിഷയം മാറ്റാൻ ശ്രമിക്കുന്നത്. കാരണം അത്രയും വെറുപ്പും വിദ്വേഷമാണ് അവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ജോർജേട്ടൻ അതിൻ്റെ ഭാഗമാകാൻ തയ്യാറാവുന്നില്ല എന്ന് ഞാൻ അദ്ദേഹം അഭിനന്ദിക്കുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു വർഗീയ വിദ്വേഷം എപ്പോഴും BJP ഭരിക്കുന്ന സമയത്ത് എല്ലാവരും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കൂടുന്നു എന്നുള്ളതാണ്. എൻ്റെ ഒരു സ്കൂൾ കോളേജ് കാലഘട്ടത്തിലാണ് വാട്ടർ എന്നുള്ള സിനിമയ്ക്കെതിരെ ആ സെറ്റ് മൊത്തം അടിച്ചു പൊളിച്ചു. എന്താണ് ആ സിനിമയിൽ ഉള്ളത് എന്ന് പോലും അവർക്കറിയില്ല. എടുക്കുന്നത് NRI ആയതുകൊണ്ട് ഇന്ത്യക്കെതിരായിരിക്കും, ഒരു ഓറിയന്റലിസ്റ്റ് പെർസ്പെക്റ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു പൊളിക്കുന്നു. ഇവിടെ എനിക്ക് പറയാനുള്ള കമൽ പറഞ്ഞതാണ് എൻ്റെ സത്യം. ആദ്യം സിനിമ വരട്ടെ, സിനിമ വന്നിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾ ഇപ്പം ഇതിനെതിരെ പ്രചാരണം നടത്തുന്ന ആളുകൾ പറയുന്ന പോലെ ഒന്നല്ല. കമൽ മര്യാദയ്ക്ക് ആ സിനിമ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ
ജമാഅത്ത് ഇസ്ലാമിക്ക് തിയേറ്റർ കത്തിച്ചെന്ന് വരും. കാരണം അവരുടെ മതപരിവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പല ഘട്ടങ്ങൾ ഒരു മൊയ്ലാരെ വന്ന് ഇയാളുടെ കാലത്ത് എടുത്തു വെച്ചിരുന്നു, ഇവരോട് അങ്ങോട്ട് ആക്രോശിച്ചു, ഇവർ തിരിച്ച് ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കഥകളുണ്ട്. ഇതെല്ലാം ചർച്ച ചെയ്യട്ടെ. കമലിന്റെ ഒരു സിനിമാ ചരിത്രം നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ഓപ്പൺ ആയിട്ട് ഗസൽ പോലെയുള്ള സിനിമ എടുക്കുന്നു, അതുപോലെ തന്നെ സംയുക്ത വർമ്മയ്ക്ക് അവാർഡ് കിട്ടിയ ആ ഒരു അഗ്രഹാരത്തിലെ മറ്റു ആ കഥ എടുക്കുന്നു. അങ്ങനെ എല്ലാ മതവിഭാഗം, അതുപോലെ തന്നെ കേരളത്തിലെ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി ജൂതന്മാരുടെ ഗ്രാമഫോൺ എന്ന് പറഞ്ഞ ജൂതന്മാരുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് സംസ്കാരം പറഞ്ഞുകൊണ്ട് സിനിമ എടുക്കുന്നു. അങ്ങനെ വളരെ ഓപ്പൺ ആയിട്ടുള്ള സമീപനം പുലർത്തുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പേര് കമാലുദ്ദീൻ, എന്റെ പേര് ഫക്രുദ്ദീൻ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ബ്രാൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വി ആർ വെരി സെക്യുലർ. ഓക്കെ, അപ്പം ആ രീതിയിൽ അതിനെ അനുവദിച്ചു കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. സിനിമ വന്നിട്ട് ഓക്കെ ഇങ്ങനെ ഓഫൻസീവ് ലവ് ജിഹാദിന്, സോക്കോൾഡ് ലവ് ജിഹാദിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും അതിലുണ്ട് എതിർക്കണം നിങ്ങൾ. കാരണം ലവ് ജിഹാദ് എന്ന സംഭവം മുമ്പ് നമ്മളൊക്കെ എതിർത്താണ്. പക്ഷെ ആ പഠനത്തിലുള്ള സംഭവമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ലവ് ജിഹാദ് അല്ല, ഇത്തരം വിഷയങ്ങൾ എല്ലാ സമുദായത്തിലും വരുന്ന ഇത്തരം വിഷയങ്ങൾ നോക്കി കാണുന്ന അഭിപ്രായക്കാരൻ അങ്ങനെയാണെങ്കിൽ ശക്തമായി എതിർക്കണം. പക്ഷേ ലെറ്റ് ഹിം ഡു ദാറ്റ്. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ അസഹിഷ്ണുത. ഇത് അങ്ങേയറ്റം ഒരു ഗർഭഛിദ്രം ചെയ്യുന്ന, ഗുജറാത്തിൽ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഗർഭിണിയുടെ വയറ് തുറന്ന് കുഞ്ഞിനെടുത്ത് കത്തിച്ചു. ആ രീതിയിലുള്ള സമീപനമായിപ്പോയി. അതെനിക്ക് തോന്നുന്നില്ല നല്ലൊരു ഇന്ത്യക്കാരന്, നല്ലൊരു ഹിന്ദുവിന് അത് പോലും ചേർന്നതല്ല ആര് ചെയ്താലും. ശരി, ശ്രീ ജോർജ് കുര്യൻ, എന്തുകൊണ്ടാണ് BJP-യോട് ഈ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് എന്നതായിരിക്കും അങ്ങും ഒരുപക്ഷെ മറു ചോദ്യമായി ഉയർത്തുക. അതിന് ഉള്ള കാരണമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ജമാഅത്തിൻ്റെയോ മറ്റുള്ളവർക്കോ ഒക്കെ എതിരഭിപ്രായം മാധവിക്കുട്ടിയെ കുറിച്ചൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരാരും ഈ രീതിയിൽ മഞ്ജു വാര്യർക്കെതിരായിട്ടോ കമലിനെതിരായോ പ്രതികരിച്ച് നമ്മൾ കണ്ടില്ല. കമലിനെതിരായ ആദ്യം പ്രതികരണം നടത്തിയത് AN രാധാകൃഷ്ണനാണ്. അത് പിന്നീട് പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു ആക്രമണമായി തന്നെ കുമ്മനം രാജശേഖരന്റെ പോസ്റ്റ് വന്നതോടുകൂടി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ സിനിമയ്ക്കെതിരെ ഏതെങ്കിലും ഒളിഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സിനിമ വരട്ടെ എന്ന് കമൽ പറയുന്നത് ശരിയാണ്. ഈ ചർച്ചയല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. പുറത്ത് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആ ചർച്ച വേണ്ട, സിനിമ വരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരം ചർച്ചകൾ ഉണ്ടാക്കുന്നവരെ ഒരു താക്കീത് കൊടുക്കുന്ന ഒരു സന്ദേശം BJP ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മുൻകാല കമലിനെ അറ്റാക്ക് ചെയ്തവരെ നിഷേധിച്ചുകൊണ്ട് കൊടുക്കേണ്ടതല്ലേ ഇപ്പോൾ? അല്ല ഇപ്പൊ ഈ ചർച്ചയുടെ തുടർച്ചയായിട്ട് ഞാൻ പറയാം. പ്രവാചകന്റെ പടം വരയ്ക്കരുത് എന്ന് വിശ്വാസമാണ്. പിന്നെ എന്താ ഇത്ര നിർബന്ധം അത് വരയ്ക്കണമെന്ന്? അത് വരയ്ക്കരുതെന്നാണ് BJP പറയുന്നത്. ലാസ്റ്റ് സപ്പർ കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ ഭാഷാഭോഷണിയിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് എല്ലാവരും കാണിക്കണം, പ്രേക്ഷകരെ കാണിക്കണം. ഈ ഭാഷാഭോഷണി വളരെ കുറച്ചല്ലേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് ഒരു കന്യാസ്ത്രീ വിവസ്ത്രയായിട്ട് നിൽക്കുന്നു. അത് കന്യാസ്ത്രീയാണെന്ന് സങ്കല്പിക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തും കന്യാസ്ത്രീകളാണ് നിൽക്കുന്നത്. അത് ഭാഷാഭോഷണി പിൻവലിച്ചിട്ട് ക്ഷമ പറഞ്ഞു. അതുപോലെ തന്നെ ഹിന്ദു ദൈവങ്ങളെയും നഗ്നരായിട്ട് വരച്ചു കഴിഞ്ഞാൽ അതിന് എതിർപ്പുണ്ടാകും. ഇതെല്ലാം സ്വാഭാവികമാണ്. അപ്പോൾ അത് ഒരു കൂട്ടർ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ചിലതൊക്കെ അങ്ങ് മറച്ചു വെച്ചിട്ട് ഒരു കൂട്ടരുടെ തലയിലേക്ക് വെച്ചിട്ട് മതേതരത്തെ എല്ലാം കൂടെ അങ്ങോട്ട് വികസിപ്പിച്ച്, അതാണല്ലോ പ്രശ്നം. അല്ല, ഇപ്പൊ ഈ മാധവിക്കുട്ടിക്കെതിരായിട്ടുള്ള ഒരു വിമർശനമാണോ ഈ ആക്രമണം? അപ്പൊ ഈ പറഞ്ഞു വരുന്നത് ഇത്തരം ആക്രമണങ്ങൾക്ക് കാരണമുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഈ ആളുകൾ ലാലിന്റെ വിഷയം എന്താണ്? അല്ലല്ല, ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന പറഞ്ഞത് ആ ഇത് നമ്മുടെ തോമസ് ഐസക്കിന്റെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വന്നു, സഹാക്കന്മാര് മാന്യമായിട്ട് പ്രതികരിക്കണം. ഫേസ്ബുക്കിൽ വായിച്ചു കാണും, ലാലും വായിച്ചു കാണും. എല്ലാ പാർട്ടിയും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞിട്ട് ചിലർ പോസ്റ്റ് ഇടുകയാണ്. അവരാ പാർട്ടിക്കാരനൊന്നും ആയിരിക്കണമെന്നില്ല, ആരാണെന്ന് എങ്ങനെ അറിയാം? അപ്പോൾ അതുകൊണ്ടാണ് തോമസ് ഐസക്കിന്റെ പോസ്റ്റ് വന്നത്, സഹാക്കന്മാര് മാന്യമായിട്ട്. ഇപ്പോൾ വളരെ മോശമായിട്ടാണ് ഭാഷ ഉപയോഗിക്കുന്നത്. ഇത് സമൂഹത്തിന് ചേർന്ന രീതിയിൽ ഭാഷ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് തോമസ് ഐസക്ക്, ഇനി അത് സഖാക്കന്മാരാണെങ്കിൽ എന്നുകൂടി അദ്ദേഹം എഴുതി. ശരി, അപ്പൊ ഈ കമലിനെതിരായിട്ടുള്ള ആക്രമണം നടത്തിയ ഘട്ടത്തിലും AN രാധാകൃഷ്ണനെ പിന്തുണച്ച് കുമ്മനം വരാതിരുന്നതും ഇതേ അഭിപ്രായം കൊണ്ടാണോ? ആരെങ്കിലും വിവരമില്ലാത്തവർ നിങ്ങളുടെ പാർട്ടിയിൽ ചില നേതാക്കൾ കമലിനെതിരായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പാർട്ടി പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ ഈ പാർട്ടി തന്നെ ആദ്യം AN രാധാകൃഷ്ണനെ പിന്തുണച്ച് മുമ്പോട്ട് വരാതിരുന്നത്? എൻ്റെ കമലെ അല്ലെ ലാലെ, അത് ഞാൻ പറഞ്ഞല്ലോ, വേറൊരു കണ്ടസ്റ്റിലുള്ള വിമർശനമാണ്. ഇപ്പൊ ചർച്ച ചെയ്യുന്ന ഏതോ ഒരു വിജയന്റെ ആലപ്പുഴ സമ്മേളനത്തിൽ VS-നെ പറ്റി പറഞ്ഞ കാര്യവും ഇന്നലെ ജിഷ്ണുവിന്റെ വീട്ടില് VS പോയത് ഏതോ ഒരു വിജയൻ പോകാത്തതും കൂടെ ഞാൻ പറയുന്നില്ല. എന്താ സാങ്കത്തിയിരിക്കുന്നത്? അത് വേറെ വിഷയം, ഇത് വേറെ വിഷയം. ശ്രീ ജോർജ് കുര്യൻ, ഞാൻ ദയവായി അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്, വളരെ ഗൗരവമായ ഒരു കലാകാരന്മാരെ ബാധിക്കുന്ന, മതസൗഹാർദ്ദത്തെ ബാധിക്കുന്ന, കേരളത്തിൽ വളരെയധികം ജിജ്ഞാസയോടുകൂടി സമൂഹം നിരീക്ഷിക്കുന്ന ഒരു വിഷയം ഇപ്പോൾ ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ച ചെയ്യുമ്പോൾ
അങ്ങേപോലെ അല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു ഏതോ ഒരു BJP-യുടെ വിഷയം, നേതാവ് വിഷ്ണുവിന്റെ വീട്ടിൽ ഈ പോകാത്ത കാര്യത്തിൽ വിഷയവും ജനങ്ങൾക്ക് ഇത് വിശ്വസനീയമായ രണ്ടും കൂടെ എങ്ങനെയാണ് അവർക്ക് നിങ്ങൾ ദഹിക്കുന്ന ഒരു കൂട്ടിക്കൊടുക്കുന്നത്? വിശദീകരണമാണ് ജയൻ നൽകേണ്ടത്. രാധാകൃഷ്ണൻ വേറെ അത് വിഷയത്തെ നൽകാതെ അങ്ങ് ഈ പറഞ്ഞു. രീതിയിൽ വഴുതി പോകുന്നത് ദയവായി മഞ്ജു വാര്യരോടും കമലിനോടും ഉൾപ്പെടെ അവരെ സ്നേഹിക്കുന്നവരോട് ഉൾപ്പെടെ മാധവിക്കുട്ടിയുടെ ആരാധകരോട് ഉൾപ്പെടെയുള്ളവരോടുള്ള നിഷേധമാണ് ശ്രീ ജോർജ് കുര്യൻ. ഇത് വേറെ വിഷയമാണ്. ജനിക്കാനിരിക്കുന്ന കുട്ടിയാണ് ആമി, ജനിക്കാനിരിക്കുന്ന കുട്ടിയാണ് ആമി. അതിനെപ്പറ്റി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. മഞ്ജു വാര്യരെ വിളിക്ക്. മഞ്ജു വാര്യരെ ആരെങ്കിലും എതിർത്തൊന്ന് മഞ്ജു വാര്യർ പറയട്ടെ. കമല് പറഞ്ഞു എന്നെ ആരും എതിർത്തിട്ടില്ല. അങ്ങനെയാണ് മഞ്ജു വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോഴും നമ്മളെ അറിയിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ മഞ്ജു വാര്യർ പറഞ്ഞിരിക്കുന്നത്, എന്റെ ഈ കഥാപാത്രത്തിൽ ദയവായി രാഷ്ട്രീയം കാണരുത്, എന്നെ ആക്രമിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ ആക്രമിക്കേണ്ട, നിങ്ങൾ അത്തരം വാദപ്രതിവാദങ്ങൾ അവസാനിപ്പിക്കുക എന്ന അർത്ഥത്തിൽ മഞ്ജു വാര്യർ ആരോടോ അഭ്യർത്ഥിക്കുകയാണ്. എന്താണ് മഞ്ജു വാര്യർക്ക് ഈ ഘട്ടത്തിൽ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു അപേക്ഷ വയ്ക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നത്? അല്ല, ഒരു സത്യസന്ധത, ലാല് സത്യസന്ധത കാണിക്കണം. ലാല് ആ ഫേസ്ബുക്ക് പ്രേക്ഷകരെ കാണിക്കൂ. മഞ്ജു വാര്യരെ എന്നെ ആരെങ്കിലും ആക്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? കാണിക്കൂ. അവർ സാധാരണ എഴുതുന്നത് പോലെ ആ വിഷയത്തെ പറ്റി, അത് നമ്മുടെ മാധവിക്കുട്ടിയെ പറ്റി ആയതുകൊണ്ട് അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണ് അവർ എഴുതിയിരിക്കുന്നത്. അല്ലാതെ എന്നെ ആരെങ്കിലും ആക്രമിക്കുന്നു എന്ന് മഞ്ജു വാര്യരുടെ ശ്രീ ജോർജ് കുര്യൻ, മഞ്ജു വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് എന്റെ കയ്യിലുള്ളത്. അതിൽ പറയുന്നത്, മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ ജീവിതകഥ പറയുന്ന ആമി എന്ന സിനിമയിൽ മാധവിക്കുട്ടിയായി അഭിനയിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനകം ഈ ചിത്രത്തെ ചൊല്ലി ധാരാളം വാദപ്രതിവാദങ്ങളും പ്രചാരണങ്ങളും ഉയർന്നത് കൊണ്ട് ഒരു കാര്യം വ്യക്തമാക്കട്ടെ, അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്തുകൊണ്ട് ഈ സിനിമ ജനിക്കുന്നതിന് മുമ്പ് അങ്ങ് പറഞ്ഞതുപോലെ ഈ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി? ഞാൻ ഇതിൽ അഭിനയിക്കുന്നത് എന്റെ രാഷ്ട്രീയത്തിന്റെ പ്രഖ്യാപനമായിട്ടല്ല. ചിത്രത്തിന്റെ സംവിധായകൻ കമൽ സാറിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ ചർച്ചകളിലെ പക്ഷം ചേരലായി ഇതിനെ വ്യാഖ്യാനിക്കുകയും അരുത്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് അവർ ആ രീതിയിൽ അപേക്ഷ വച്ചിരിക്കുന്നത്. ഭാരതത്തിൽ ജനിച്ച ഏതൊരാളെയും പോലെ എൻ്റെ രാജ്യമാണ് എൻ്റെ രാഷ്ട്രീയം. മറ്റൊന്നുകൂടി, എന്നും രണ്ടു നേരം അമ്പലത്തിൽ പോയി ദീപാരാധന തൊഴുന്നയാളാണ് ഞാൻ. അതേപോലെ പള്ളിക്കും മസ്ജിദിനും മുന്നിൽ എത്തുമ്പോൾ പ്രണമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ദൈവങ്ങളെ, എല്ലാ ദൈവങ്ങളെയും ഞാൻ ആരാധിക്കുന്നുണ്ട് എന്ന് ആരോടാണ്, ഏത് വർഗീയവാദികളോടാണ് മഞ്ജു വാര്യർ ഇങ്ങനെ അപേക്ഷിക്കുന്നത്? ഇതുവരെ മഞ്ജു വാര്യർ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപും ഇതുപോലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടില്ല. ഇത് നിങ്ങൾ മാത്രം എന്തിനെ എതിർക്കണം? നിങ്ങൾക്ക് ബാധിക്കാത്ത കാര്യമാണെങ്കിൽ ജോർജ് കുര്യൻ, ഇത് അങ്ങും കൗതുകത്തോടു കൂടി കാണുകയല്ലേ വേണ്ടത്? അങ്ങനെ കാണാതെ എന്തിനാണ് ഇതിനെ എതിർക്കുന്നത്? അല്ലല്ലേ, തന്നെ ആക്രമിക്കുന്നു എന്ന് മഞ്ജു വാര്യർ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ബാക്കി അവരുടെ വിശ്വാസത്തിന്റെ കാര്യമാണ്. അതിൻ്റെ അകത്ത് നമ്മളെന്തിനാ ഇടപെടുന്നത്? അവർ അമ്പലത്തിൽ പോകുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളി കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മസ്ജിദ് കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് അവരുടെ വിശ്വാസത്തിന്റെ കാര്യമാണ്. അതെല്ലാം കൂടെ നമ്മളെന്തിനാ എടുത്തു വെക്കുന്നത്? പറഞ്ഞതുപോലെ ശ്രീ ജോർജ് കുര്യൻ, ഈ BJPക്ക് അകത്ത് തന്നെയുള്ള ഈ AN രാധാകൃഷ്ണൻ പറഞ്ഞതിനെ അനുകൂലിക്കാത്ത ഒരു ഭാഗത്താണ് താങ്കൾ ഉള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അങ്ങേക്ക് ഇതേ പറയാൻ സാധിക്കുമോ എന്ന് ഞാൻ കരുതിക്കോട്ടെ. അതെ, ലാൽ ഇപ്പൊ വീണെടുത്ത് കിടന്ന് ഉരുളണ്ട. പ്രേക്ഷകർക്ക് ഇപ്പൊ മനസ്സിലാകും. ആക്രമണം എന്നുള്ളൊരു വാക്ക് മഞ്ജു വാര്യർ പറഞ്ഞിട്ടില്ല. മഞ്ജു വാര്യരെ വിളിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാൻ വിശ്വസിക്കാം. മഞ്ജു വാര്യർ ഇപ്പോൾ തന്നെ നമ്മൾക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ മട്ടന്നൂരിന് സമീപമുള്ള ഒരു പ്രദേശത്തൂടെ യാത്ര ചെയ്യുകയാണ്, റേഞ്ച് ഔട്ടാണ്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായി പറഞ്ഞതിനെ കുറിച്ചുള്ള ചർച്ച നടത്തുന്നതിന് അവർ സമ്മതിച്ചുകൊണ്ടുള്ള ഒരു SMS സന്ദേശം വന്നിട്ടുണ്ട്. അവരെ വിളിച്ചാൽ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ്. അവർ ചർച്ചയിൽ വീണ്ടും വന്നേക്കാം. ശ്രീ MN കാരശ്ശേരി, മഞ്ജു വാര്യരെ ആക്രമിച്ചില്ല, എന്നെ പരിക്കേൽപ്പിച്ചില്ല എന്നാണ് ശ്രീ ജോർജ് കുര്യന്റെ വാദം. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് അങ്ങനെ ഒരു അർത്ഥമാണോ ഉള്ളത്? ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ടോ ശ്രീ MN കാരശ്ശേരി? തന്നെ ആരെങ്കിലും ആക്രമിക്കുന്നു എന്നവർ പറഞ്ഞിട്ടില്ല. ഇത്തരം വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്നതിനെ പറ്റി അവർക്ക് ഖേദമുണ്ട്. ആ പോസ്റ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്, നാളെ ആരെങ്കിലും അവരുടെ കലാജീവിതം ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയോടോ മുന്നണിയോടോ ഉള്ള വിധേയത്വമായിട്ട് വ്യാഖ്യാനിച്ച് വേറെ വിവാദങ്ങളിൽ പെടാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് അവർ മുൻകൂട്ടി ഒരു പോസ്റ്റ് ഇട്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ
ഫേസ്ബുക്ക് പോസ്റ്റുകൾ ആരിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അത് അത്തരം ഒരു അന്തരീക്ഷം കലുഷമായിട്ടുണ്ട്. ആ കലുഷമായതിലെ പ്രധാന കഥാപാത്രം മഞ്ജു വാര്യരല്ല, വിദ്യാബാലനാണ്. കാരണം എന്തുകൊണ്ടാണ് അവർ കമലിനെ പോലെ പ്രധാനപ്പെട്ട ഒരു സംവിധായകൻ്റെ സിനിമയിൽ നിന്ന് ഇതുപോലെ മാധവിക്കുട്ടിയെ അല്ലെങ്കിൽ കമലദാസ് എന്ന് പറയുന്ന ലോകപ്രസിദ്ധയായ ഒരു എഴുത്തുകാരിയുടെ ജീവിതകഥ അവരെ അവതരിപ്പിക്കാനുള്ള അപൂർവമായ ഒരു അവസരം നഷ്ടപ്പെടുത്തി അവർ പിൻവാങ്ങിയത് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലുണ്ട്. അപ്പോൾ എം.എഫ്. ഹുസൈന് ചിത്രം വരയ്ക്കാൻ വയ്യ, തസ്ലീമ നസറിന് നോവൽ എഴുതാൻ വയ്യ, സൽമാൻ റഷ്ദിക്ക് നോവൽ ഇറക്കാൻ വയ്യ തുടങ്ങിയുള്ള അസഹിഷ്ണുതയുടെ അന്തരീക്ഷമുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. ഈ മതരാഷ്ട്രവാദം എന്ന് മതമൗലികവാദത്തിൻ്റെ രാഷ്ട്രീയ രൂപമായ മതരാഷ്ട്രവാദം ഏത് നാട്ടിലും എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അവരൊക്കെ എല്ലാ തരത്തിലുള്ള കലകൾക്കും എതിരാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സംസ്കാരത്തിനെതിരാണ്. മ്യൂസിയം തകർക്കുന്നു, ചരിത്രം മാറ്റി എഴുതുന്നു, കലകളെ നിഷേധിക്കുന്നു, കലാകാരന്മാരെ ആക്രമിക്കുന്നു. കാരണം ആ തരത്തിലുള്ള കാൽപ്പനികതയും ആ തരത്തിലുള്ള സ്വാതന്ത്ര്യബോധവും മതരാഷ്ട്രവാദത്തിന് പൊറുപ്പിക്കാൻ വയ്യാത്തതാണ്. അതിനെ നമ്മൾ കരുതിയിരിക്കണം എന്നൊരു സംഗതിയാണ് ഈ പോസ്റ്റിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ ശ്രീ എം.എൻ. കാരശ്ശേരി പറഞ്ഞതുപോലെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? അതായത് കമലിൻ്റെ സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ആരെങ്കിലും കമലിനോടുള്ളൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്ത് എന്നെയും കൂടി ചേർത്ത് വെക്കുമോ എന്നൊരു പേടിയാണോ ഇപ്പോൾ മഞ്ജു വാര്യർക്കുള്ളതായി കാണേണ്ടത്? അങ്ങനെയാണെങ്കിൽ അതിനുള്ളൊരു തയ്യാറെടുപ്പായിട്ടാണോ, അങ്ങനെ ഞാൻ അതിൻ്റെ ഭാഗത്ത് കൂടി ഇല്ല, എന്നെ അങ്ങനെ കാണേണ്ടതില്ല എന്ന് മഞ്ജു വാര്യർ ഇപ്പോഴേ ആ സിനിമയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അത് പ്രഖ്യാപിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതും ഒരു പ്രശ്നമല്ലേ? ഒരു സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപ് തന്നെ ആ സിനിമയിലെ സംവിധായകൻ്റെ രാഷ്ട്രീയം എൻ്റെ ഭാഗമല്ല എന്ന് അതിൽ അഭിനയിക്കുന്ന ഒരു കലാകാരി പറയുന്നു എന്ന് പറയുന്നത് ആരെ ബോധ്യപ്പെടുത്താനാണ്? അല്ല, ഇത് തന്നെയാണ് ഏറ്റവും പ്രസക്തമാക്കുന്നത്. ഈ പറഞ്ഞതിന് അവർ ആക്രമിക്കപ്പെട്ടു എന്നൊന്നും അവർ ജ്യോതിടം പറയുന്ന പോലെ അവർ പറയുന്നില്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും കാലം സല്ലാപം തൊട്ടിട്ട് ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ട് മഞ്ജു വാര്യർ ആദ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ ഒരു പോസ്റ്റുമായിട്ട് വരുന്നത്? ഏത് സാഹചര്യത്തിലാണ് അവരിങ്ങനെ പോസ്റ്റുമായിട്ട് വന്നത്? എന്തുകൊണ്ടാണ് അവരിങ്ങനെ പോസ്റ്റുമായിട്ട് വന്നത്? നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് മാധവക്കുട്ടിയായിട്ട് ബന്ധപ്പെട്ട അവരുടെ നിർമ്മാതളം പൂക്കുന്ന പ്രദേശമൊക്കെ ട്രസ്റ്റിന് വിട്ടുകൊടുത്തൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് സംഘപരിവാർ ശക്തികൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, കമലുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദേശീയകാരമായിട്ട് ബന്ധപ്പെട്ടും പറഞ്ഞിട്ടുള്ള വിവാദങ്ങളുണ്ട്. ഈ വിവാദങ്ങളും എല്ലാമായിട്ട് ബന്ധപ്പെട്ട് ഈ സിനിമയെ ഞാൻ അഭിനയിക്കുമ്പോൾ ഇതിന്റെ കമലിന്റെ ഒരു പക്ഷേ രാഷ്ട്രീയത്തിന്റെ കമലിന്റെ രാഷ്ട്രീയമോ അതല്ലെങ്കിൽ മാധവക്കുട്ടിയുടെ മതപരിവർത്തനമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മാധവക്കുട്ടി എഴുതി തുടങ്ങിയ കാലഘട്ടത്തിൽ കാരശ്ശേരി മാഷ് പറഞ്ഞ പോലെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സദാചാര ബോധത്തെ ചോദ്യം ചെയ്യുന്ന വല്ലാത്ത ഒരു ശക്തി ഉണ്ടായിരുന്നു അവരുടെ എൻ്റെ കഥ തൊട്ടുള്ള എല്ലാ സൃഷ്ടികൾക്കും. അപ്പം ഇതെല്ലാം തന്നെ എന്നിലൂടെ കൂടി ഞാനുമായിട്ട് കൂടി കൂട്ടി വായിക്കും എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ വ്യക്തി ജീവിതത്തിനും സിനിമാ ജീവിതത്തിലെല്ലാം തന്നെ അവർ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു സമയം കൂടിയാണ്. ഇങ്ങനെ ഒരു പ്രചാരണം കൂടി വന്നു കഴിഞ്ഞാൽ അവരെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിന് പിന്നിലുണ്ട്. പക്ഷേ ഏറ്റവും പ്രമുഖമായിട്ടുള്ളത് ഇന്നുള്ള അത് ആരുടെ ഭാഗത്ത് നിന്നായിട്ടുണ്ടായാലും ഇത്തരം കലാരൂപങ്ങൾക്കും ചില പ്രത്യേക രീതിയിലുള്ള സിനിമ എടുക്കുന്നതിനും ചില പ്രത്യേക ആളുകൾ സിനിമ എടുക്കുന്നതിനുള്ള അസഹിഷ്ണുതയാണ്. അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ പുറപ്പിക്കാൻ പറ്റാത്തത്. ഇപ്പം ഈ രീതിയിൽ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിലും മറ്റും ഇടപെടൽ നടത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഹിന്ദുത്വ ശക്തികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവരിങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അപ്പുറത്ത് മുസ്ലിം മതമൗലികവാദികൾക്കെല്ലാം തീരെ ജനാധിപത്യ പോലല്ലാത്ത മുസ്ലിം മതമൗലികവാദികളിൽപ്പെട്ട പല കള്ളനാണയങ്ങൾക്കും സംഘത്തിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യത്തെ വലിയ അപ്പോസ്തലന്മാരായി വാങ്ങാൻ പറ്റും. അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ മാധ്യമം പത്രവും അതുപോലെ തന്നെ മാധ്യമം വീക്കിലും ഒക്കെ തന്നെ ഭയങ്കര ജനാധിപത്യവാദികളും അതുപോലെ തന്നെ സെക്യുലറിസ്റ്റുകളായി മാറുന്നത്. ഇങ്ങനെ ഒരു അപകടം കൂടിയുണ്ട്. അപ്പൊ ഇന്ത്യയെയാണ് നിങ്ങൾ ശരിക്കും സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങൾ തുറന്ന ഒരു സംവാദത്തിന് ചർച്ചയ്ക്കും സിനിമ പുറത്തു വരാനുള്ള അവസരം കൊടുക്കൂ. അന്ന വിവമാരൊക്കെ മാളത്ത് പോയിക്കൊള്ളൂ. അതാണ് ചെയ്യേണ്ടത്. ശരി, ശ്രീ രഞ്ജി പണിക്കർ കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ രഞ്ജി പണിക്കർ, കമലിന് എതിരായി ഇന്നിപ്പോൾ ആരും പ്രത്യേകിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഒന്നും ആരും ഇട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു സിനിമ സംവിധാനം ചെയ്യാനായി പ്രഖ്യാപിക്കപ്പെട്ട് അതിലെ നായിക മാറുന്നു. മാധവിക്കുട്ടിയുടെ കഥാപാത്രം അവതരിപ്പിക്കാൻ ഉള്ള നായിക വിദ്യാബാലൻ മാറുന്നു. പകരം മഞ്ജു വാര്യർ വരുന്നു. മഞ്ജു വാര്യർക്ക് ആ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വരുന്നു. ഈ സംവിധായകന്റെ കൂടെ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയം അതാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് എന്ന രീതിയിൽ, അങ്ങനെ വലിച്ചു കെട്ടേണ്ടതില്ല എന്ന രീതിയിലേക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വരുന്നു. ഇതുവരെ അങ്ങനെ ഒരു നായികയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതായി നമുക്കറിയില്ല.
എന്തുകൊണ്ടാണ് ഈ സാഹചര്യം ഉണ്ടാകുന്നത്? അല്ല, എന്തുകൊണ്ടാണ് മഞ്ജു വാര്യർ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്ന് എനിക്കറിയില്ല. അതിന്റെ മറുപടി ഞാനല്ലല്ലോ പറയേണ്ടത്. പക്ഷേ പൊതുവിൽ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും എടുക്കുന്ന നിലപാടുകൾ തീർച്ചയായിട്ടും ആശങ്കാജനകമാണ്. ഒരു സിനിമ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചും ഒരു സിനിമ ഉണ്ടായി കഴിഞ്ഞിനി അതിനെ സംബന്ധിച്ച് പ്രതിഷേധം ഉണ്ടെങ്കിൽ അത്തരം പ്രതിഷേധങ്ങൾക്കൊക്കെ സ്പേസ് ഉള്ളൊരു സൊസൈറ്റിയാണ് നമ്മുടേത്. പക്ഷെ ഒരു സിനിമ ഉണ്ടാകുന്നതിന് മുൻപ് അങ്ങനെ ഒരു സിനിമ ഉണ്ടാകാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ അതിലൊരാൾ അങ്ങനെ ഒരു വേഷം ചെയ്യാൻ പാടില്ലല്ലോ എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഫാസിസ്റ്റ് സമീപനമാണ്. അത് നമ്മുടെ സമൂഹത്തിൽ സമീപകാലത്ത് അതിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ നമ്മുടെ ഒരു പൊതുസമൂഹത്തിന്റെ ജാഗ്രത കുറെ കൂടി ഉണ്ടാവേണ്ടിയിരിക്കുന്നു. കാരണം കലാസൃഷ്ടികൾ ഉണ്ടാകുന്നതിന് അതിൻ്റെതായ ഇടം അനുവദിക്കുന്ന ജനാധിപത്യമാണ് നമ്മുടേത്. അതിനെതിരെ വിമർശനങ്ങൾ ഉയരാം. പക്ഷേ അതിനോട് ആക്രമണ സമീപനം കൈക്കൊള്ളുന്നത് തീർച്ചയായിട്ടും ശരിയല്ല. അത് നമ്മുടെ സമൂഹത്തിൽ അത് നോവലുകളോടാവട്ടെ, ചെറുകഥകളോടാവട്ടെ, അല്ലെങ്കിൽ സിനിമയോടാവട്ടെ, മറ്റു കലാസൃഷ്ടികളോടാവട്ടെ, ഇതിനോടൊന്നും അങ്ങനെ ഒരു അസഹിഷ്ണുത അനുവദിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഒരു അസഹിഷ്ണുത അനുവദിക്കുന്ന സംവിധാനമല്ല നമ്മുടേത്. രഞ്ജിത് പണിക്കർ, പക്ഷേ ഈ ചോദ്യം BJP ആണ് കമലിനോട് ആദ്യം ഉയർത്തിയത് എന്നുള്ളത് കൊണ്ട് BJPയോടാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ് നിങ്ങൾ കമലിനെതിരെയുള്ള ആദ്യ ആക്രമണം തുടങ്ങിയതിന് ശേഷം ഇപ്പോഴും അത് തുടരുന്നുണ്ടോ? നിങ്ങളുടെ ഭാഗത്തു നിന്നാണോ ഈ രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ എവിടെ ആരുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ള രീതിയിലുള്ള അറിയാത്ത മറ്റുള്ള ഉത്തരങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇത് ആരാണ് ഈ ആക്രമണം ഇപ്പോൾ നടത്തുന്നത്? വിദ്യാബാലന് മാറേണ്ടി വരുന്നത്, അല്ലെങ്കിൽ മഞ്ജു വാര്യർക്ക് ഇങ്ങനെ പോസ്റ്റ് ഇടേണ്ടി വരുന്നത്? ഇത്തരം ആക്രമണങ്ങൾ ആര് നടത്തുന്നു എന്നുള്ളതൊന്നും ഞാൻ അന്വേഷിച്ച് അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഞാൻ നടത്തിയിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും, അത് ഫേസ്ബുക്കിലാവട്ടെ, പൊതുസമൂഹത്തിൽ ഏത് ഭാഗത്തു നിന്നാണെങ്കിൽ പോലും, അത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, മതസംഘടനയാവട്ടെ, ഏത് ഭാഗത്തു നിന്നായാലും അത്തരം സമീപനങ്ങളും നിലപാടുകളും ആശാസ്യമല്ല. അത് അനുവദിച്ചു കൊടുക്കാനും പാടില്ല. യെസ്, ഒരു ഇടവേളയിലേക്ക് പോകേണ്ട സമയമാണ് ഇപ്പോൾ. BJP അതിന് ഒരു മറുപടി എന്തുകൊണ്ടാണ് പറയാത്തത്, കൃത്യമായി അതിനെ എതിർക്കാത്തത് എന്തുകൊണ്ട്? പ്രൊഫസർ MN കാരശ്ശേരി, നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്കൊരു വിഷയം കൂടി ഈ കാര്യത്തിൽ ഈ ഘട്ടത്തിൽ നോക്കേണ്ടതുണ്ട്. അതായത് ഇന്നിപ്പോൾ ധീവരസഭ പ്രഖ്യാപിച്ചിരിക്കുകയാണ് 50-ാം വാർഷികം ആഘോഷിക്കാൻ അനുവദിക്കില്ല ചെമ്മീൻ സിനിമയുടെ ഇതെന്ന്. കാരണം മത്സ്യത്തൊഴിലാളികളെ അപമാനിക്കുന്ന സിനിമയാണ് എന്ന് പറയും. ആലപ്പുഴയിൽ വെച്ച് അങ്ങനെ ഒരു ആഘോഷം നടത്താൻ പോലും അനുവദിക്കില്ല എന്നാണ്. ഈ പറയുന്ന കാലഘട്ടത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ച പ്രത്യേകതയാണോ, ചിലരൊക്കെ കൊടുക്കുന്ന ധൈര്യമാണോ ഇത്തരത്തിൽ വർഗീയമായി സിനിമയെ, ചെമ്മീനെ പോലും കാണാൻ ഇടയാക്കുന്നത്? ചെമ്മീൻ നോവൽ വന്നപ്പോൾ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, വേലുക്കുട്ടി അറിയാൻ്റെ ഒരു ചെറിയ പുസ്തകം വന്നിരുന്നു, തകഴിയുടെ ചീഞ്ഞ ചെമ്മീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അരയ സമൂഹത്തെ അവമാനിക്കുന്നതാണ് അല്ലെങ്കിൽ അവരെ അപവദിക്കുന്നതാണ് ചെമ്മീൻ എന്ന നോവലിനെ പറ്റിയോ സിനിമയെ പറ്റിയോ വിമർശിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ആമി എന്ന സിനിമയെ വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ട്. ഇപ്പോൾ ചെമ്മീൻ എന്ന സിനിമയുടെ 50-ാം വാർഷികാഘോഷം തടയുന്നു എന്ന് പറഞ്ഞ വിമർശനമല്ല അവിടെയാണ് പ്രശ്നം. അതായത് ചെമ്മീൻ എന്ന നോവലിനെയോ ചെമ്മീൻ എന്ന സിനിമയെയോ ആർക്കും വിമർശിക്കാം. ഞാൻ പറഞ്ഞില്ലേ, അത് വളരെ ആഘോഷമായിട്ട് വന്നൊരു നോവലാണ്. വളരെ, അതായത് എൻ്റെ ഓർമ്മ ശരിയാണ്, 56-ൽ വന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ 1ാമത്തെ നോവലിൻ്റെ സമ്മാനം അതിന് കിട്ടി. വളരെ ശ്രദ്ധ കിട്ടിയ, ഒരുപക്ഷെ മലയാളത്തിൽ നിന്ന് പുറത്തേക്ക് പോയ, കേരളത്തിന് പുറത്തേക്ക്, ഇന്ത്യക്ക് പുറത്തേക്ക് പോയ ഏറ്റവും പ്രധാനപ്പെട്ട നോവലാണത്. ആ നോവലിനെതിരായിട്ട് ഇത്തരം പരാതി അന്നേ ഉണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ വേലുക്കുട്ടി അറിയാൻ്റെ പുസ്തകത്തെ പറ്റി പറഞ്ഞത്. അങ്ങനെ വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷേ ഒരു ആഘോഷം തടയുക എന്ന് പറഞ്ഞ വിമർശനമല്ല, അത് തീർച്ചയായിട്ടും അസഹിഷ്ണുതയാണ്. ആമി എന്ന സിനിമയിൽ അഭിനയിക്കരുത് എന്ന് വിദ്യാബാലനോട് ആരെങ്കിലും പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിമർശനമല്ല, അത് അസഹിഷ്ണുതയാണ്. ഈ തരത്തിൽ ഇപ്പോൾ ചെമ്മീനെ പറ്റിയോ ആ സിനിമയെ പറ്റിയോ പുതുതായിട്ടുണ്ടായ പരാതി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അതിനകത്ത് അന്ധവിശ്വാസമുണ്ട്. ഇപ്പോൾ അന്ന് ആ ചെമ്മീൻ സിനിമയ്ക്ക് സുവർണ സമ്മാനം കിട്ടിയപ്പോൾ, ഗോൾഡ് മെഡൽ കിട്ടിയപ്പോൾ കുഞ്ചാക്കോ എഴുതിയൊരു ലേഖനം എനിക്ക് ഓർമ്മയുണ്ട്. അതായത് അതിൻ്റെ പ്രമേയം ഒരു അന്ധവിശ്വാസമാണ്, അതിൻ്റെ സന്ദേശം അങ്ങേയറ്റം പിന്തിരിപ്പനാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അരയന്മാർക്കിടയിൽ, ഇവിടുത്തെ സമുദ്രതീരത്ത് ജീവിക്കുന്ന മുക്കുവ സമൂഹങ്ങൾക്കിടയിൽ ഇല്ലാത്ത അനവധി കാര്യങ്ങൾ ഉണ്ട് എന്ന് വരുത്തുകയാണ് തകഴി ചെയ്തത് എന്ന് പരാതി പല ഭാഗത്തുനിന്ന് പണ്ടേ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സിനിമാ സംവിധായകനായ കുഞ്ചാക്കോണ് അന്ന് ലേഖനം എഴുതിയത്.
അപ്പോൾ ഇത് വരട്ടെ, അതിനിപ്പോൾ ഒന്നുമില്ല. തകഴി നമുക്ക് വിമർശിക്കാം, ചെമ്മീനെ വിമർശിക്കാം, രാമുകേരട്ടിനെ വിമർശിക്കാം. പക്ഷേ ഒരു ആഘോഷം തടയുന്നു, ഒന്നിൻ്റെ നിർമ്മാണത്തെ തടയുന്നു, ഒരു നോവലിൻ്റെ പ്രചാരത്തെ തടയുന്നു, ഒരു സിനിമയുടെ പ്രദർശനം തടയുന്നു, MF ഹുസൈന് ചിത്രം വരയ്ക്കാൻ പാടില്ല, തസ്ലിമ നസറിൻ്റെ നോവൽ പ്രസിദ്ധീകരിക്കാൻ പാടില്ല, സൽമാൻ റഷ്ദി പുറത്തിറങ്ങാൻ പാടില്ല എന്ന തരത്തിലാവുമ്പോഴാണ് കാര്യങ്ങൾ മാറുന്നത്. കലാകാരന്മാർ വിമർശിക്കുന്നവരാണ്, അവർ വിമർശനത്തിന് വിധേയരായിരിക്കേണ്ടവരാണ്, വിമർശനത്തെ സ്വാഗതം ചെയ്യേണ്ടവരാണ്. വിമർശനം എന്ന് പറയുന്നതും അക്രമം എന്ന് പറയുന്നതും ബലപ്രയോഗത്തിലൂടെ ഒന്നിൻ്റെ പ്രദർശനത്തെയോ നിർമ്മാണത്തെയോ തടയുക എന്ന് പറയുന്നതും രണ്ട് കാര്യമാണ് എന്ന് നമ്മൾ കലാസ്നേഹികളും കലാവിമർശകരും തിരിച്ചറിയേണ്ടതാണ് എന്നാണ് ജോർജ് കുര്യൻ. അതാണ് കാര്യം. അതായത് ഏതാണ് വിമർശനം എന്നുള്ളതിൽ ഈ പറയുന്ന അസഹിഷ്ണുത കാണിക്കുന്ന ആളുകൾക്ക് ഒരു സംശയമുണ്ട്. ആ കാര്യത്തിൽ ആരാണ് അതിന് ശക്തി പകരുന്നത്, ആരാണ് അതിനെ നിയന്ത്രിക്കേണ്ടത്, ആരാണ് കൃത്യമായ സന്ദേശം കൊടുക്കേണ്ടത് എന്നതാണ് ചോദ്യം. ഇവിടെ ഇപ്പോൾ കാരശ്ശേരി മാഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ നമുക്കറിയാം, PK എന്ന് പറയുന്ന ഒരു സിനിമ, ആമീർ ഖാന്റെ സിനിമ ഇറങ്ങിയ തിയേറ്ററുകൾ അടിച്ചു പൊളിച്ചതാണ് ഉത്തരേന്ത്യയിലൊക്കെ. പലയിടത്തും അത് റിലീസ് ചെയ്യാൻ പോലും ആളുകൾ മടിച്ചു, തിയേറ്റർ ഉടമകൾ അനുവദിച്ചില്ല. കാരണം ശിവസേനയുടെയും ബജ്രംഗ് ദളിന്റെയും ഒക്കെ പ്രവർത്തകർ അതിനെതിരായി നിന്നതാണ്. സംഘപരിവാർ ശക്തികളെയാണെന്ന് വിമർശിച്ചത് ആളുകളെല്ലാവരും, ഈ രീതിയിൽ ആക്രമണം നടത്തിയതിന്, അസഹിഷ്ണുത പാലിച്ചതിന്. ഇപ്പോൾ ഈ കാര്യത്തിൽ കമലിനെതിരെയുള്ള ശക്തമായ നിലപാടുകളും ഏത് കോണിൽ നിന്നാണ് ഉയർന്നതെന്നുള്ളത് അങ്ങേക്കറിയാം. അതിൽ രാഷ്ട്രീയം മാറ്റിവെക്കൂ ശ്രീ ജോർജ് കുര്യൻ. പക്ഷേ ഇത്തരത്തിൽ ഇപ്പോൾ ഇന്ന് ചെമ്മീനെ പോലും നമ്മൾ വിമർശിക്കുകയും നിരൂപണം നടത്തുകയും വീണ്ടും വീണ്ടും വായിക്കുകയും ഇപ്പോഴും കാണുകയും ചെയ്ത് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ചെമ്മീൻ പോലെ ഒരു കലാസൃഷ്ടി 50 വർഷം പൂർത്തിയാക്കുമ്പോൾ അതിൻ്റെ നല്ലതും ചീത്തയും ഒക്കെ ചർച്ച ചെയ്യേണ്ട ഘട്ടത്തിൽ അതിനനുവദിക്കാതെ, ആഘോഷത്തിലും സെമിനാറുകളും അനുവദിക്കാതെ അതിനെ തടയുന്നവർക്ക് ശക്തി പകരുന്നത് ആരാണ് ശ്രീ ജോർജ് കുര്യൻ? അല്ലാതെ കാരശ്ശേരി വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, വിമർശിക്കപ്പെടേണ്ടതാണ്, വിമർശിക്കണം. അപ്പോൾ അതെല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകുന്നതാണ്. മറ്റൊന്ന്, ഇവിടെ ആരും വിമർശിച്ചിട്ടില്ലെന്നേ, അതല്ല വിഷയം. ആരെ എതിർത്തത്? എതിർത്തു എന്ന് പറയുന്നതല്ലാതെ ഒറ്റ ആൾ എതിർത്തതായിട്ടില്ല, ഫേസ്ബുക്കിലും ഇല്ല. അവർ പറയുന്നത് സത്യസന്ധമായിട്ടായിരിക്കണം പണം എടുക്കണമെന്നാണ്. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. പിന്നെ മഞ്ജു വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റിട്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു സാഹിത്യകാരി. നേരത്തെ അവർ സാങ്കല്പിക കഥാപാത്രങ്ങളാണല്ലോ ചെയ്തിട്ടുള്ളത്. ഇത് ജീവിച്ചിരുന്ന, ജനങ്ങൾ അറിയുന്ന ഒരു സാഹിത്യകാരിയെ പറ്റി ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അവസരത്തിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഉത്കണ്ഠയും ജിജ്ഞാസയും ആഹ്ലാദവും ഒക്കെയുണ്ട്. അതുകൊണ്ടാണ് അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതുപോലെ കമലിൻ്റെ രാഷ്ട്രീയത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെന്തിനാണ് ഇട്ടത്? അങ്ങനെ മഞ്ജു വാര്യർ ഇടാൻ പാടുണ്ടോ? ഇത് നമ്മുടെ മാധവക്കുട്ടി എന്ന് പറയുന്നത് കേരള സാഹിത്യത്തിലും ജീവിതത്തിലും എല്ലാം ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് മഞ്ജു വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ കമന്റ് ഇട്ടിരിക്കുന്നവർ ഇത് സത്യസന്ധമായിട്ട് എടുക്കണം. ജോർജ് കുര്യൻ, മാധവിക്കുട്ടിയുടെ ജീവിത കഥ നമുക്കറിയാവുന്നതാണ്. ആ കഥ അതുപോലെ സിനിമയാക്കി ആളുകൾക്ക് സന്ദേശമായി നൽകുന്നതിനെ BJP അനുകൂലിക്കുന്നുണ്ടോ? അതിൽ എന്ത് നിലപാടാണ് BJPക്കുള്ളത്? അതിനെന്താ ലാലെ, അതിനെ ആരാ ലാലെ എതിർക്കുന്നത്? സത്യസന്ധമായിരിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. ആരും എതിർത്തിട്ടില്ല. അത് എന്തിനാണ് ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ സത്യസന്ധമായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നത് ശ്രീ ജോർജ് കുര്യൻ? എന്തിനാണ് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കമലിനെ മാത്രം ഓർമ്മിപ്പിക്കുന്നത്? ഇവിടെ എത്ര പേർ സിനിമ എടുക്കുന്നു? മേജർ രവി എടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഓർമ്മിപ്പിച്ചോ? സുരേഷ് ഗോപി എത്രയോ സിനിമകൾ അഭിനയിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഓർമ്മിപ്പിച്ചോ? ഇങ്ങനെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് മഞ്ജു വാര്യരാണ് അതിന്റെ സംവിധായകനെ പറ്റിയാണ് പറഞ്ഞത്. സംവിധായകനെ പറ്റി പറയുന്നു, ആ കഥാപാത്രത്തെ പറ്റി പറയുന്നു, സംവിധായകന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ പറ്റി പറയുന്നു. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ? അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഒരു കലാകാരിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം പോലും. ശ്രീ ജോർജ് കുര്യൻ, അതായത് കമലിന്റെ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ മഞ്ജു വാര്യർ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് BJP ഓർമ്മിപ്പിക്കുകയാണോ മഞ്ജു വാര്യരെ ഇപ്പോൾ? അല്ല ലാലെ, അങ്ങനെ ഒന്നും പറഞ്ഞ ഈ ചർച്ച കേട്ടോണ്ടിരിക്കുന്നവർക്ക് ആകെ പെശക് ലാലാണെന്നേ മനസ്സിലാകുള്ളൂ. കാരണം ആരും എതിർത്തിട്ടില്ല. തീർച്ചയായിട്ടും ഇതിന് ഉത്തരം പറയാതിരിക്കുന്നതുകൊണ്ട് ശ്രീ ജോർജ് കുര്യനെ ആരും പെശകായി കാണില്ല.
ശ്രീ ഫക്രുദ്ദീൻ അലി, നമുക്ക് താങ്കൾ ഉണ്ടായതിന് ശേഷം ആരെയാണ് കമല് പറഞ്ഞ പിശകായി പറഞ്ഞ് കാണുന്നത്? ഈ അവസാനിപ്പിക്കാം. ചർച്ച നടത്തിയ കമല് പറഞ്ഞത് എന്നെയാണോ, പറഞ്ഞ് ചർച്ചയിൽ ഉത്തരം സിനിമ പറയാതിരിക്കുന്ന വരട്ടെ. ശ്രീ ജോർജ് കുര്യനെയാണോ? സിനിമ കാണട്ടെ. ലാലിന് പക്ഷേ ലാല് വളരെ കൃത്യമായിട്ടൊരു ലാലു അക്കാദമിഷൻ കൂടി ആണ് ആ രീതിയിൽ ഇടപെടൽ ലാല് നടത്തുന്നത്. ജോർജ് ചേട്ടൻ പിശകാന്ന് ജോർജ് ചേട്ടൻ സത്യത്തിൽ കേരളത്തിലെ ഒരു പൊതുസമൂഹത്തെ കേരളത്തിലെ BJP പ്രൊട്ടക്ട് ചെയ്യാണ്. ഈ വൃത്തിയുടെ സംഭവത്തിൽ നമുക്ക് ഇടപെടാൻ നമുക്ക് ഉദ്ദേശമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങളല്ലാന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യും. കേരളത്തിൽ മതേതരമാണ്, രക്ഷപ്പെടണമെങ്കിൽ മതേതരം മാത്രം, മതേതര സങ്കല്പം, ജനാധിപത്യ സങ്കല്പം മാത്രമേ വഴിയുള്ളൂ എന്നുള്ള കൃത്യമായ ബോധ്യത്തിൽ നിന്ന് കൃത്യമായ മതേതര ഭീഷണി എടുക്കുകയാണ്. എനിക്ക് ജോർജ് ചേട്ടൻ ഒരു ഒറ്റ ചോദ്യമാണ്. ജോർജ് ചേട്ടൻ ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരാളായി നമ്മളെ പഴശ്ശിരാജ ഈ പറയുന്ന അദ്ദേഹത്തെ അത്യാവശ്യം ജാതി സ്പർദ്ധയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പഴശ്ശിരാജയുടെ സിനിമ ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടി ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത് വരേണ്ടി വന്നില്ല. ഇപ്പൊ പക്ഷെ മഞ്ജു വാര്യർക്ക് വരേണ്ടി വരുന്നു. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? പെട്ടെന്ന് 10 സെക്കൻഡിൽ. അല്ല, ഈ മഞ്ജു വാര്യർ ചെയ്ത് തന്നെ മമ്മൂട്ടി ചെയ്യണമെന്നും മമ്മൂട്ടി ചെയ്ത് തന്നെ അതുപോലെ ചെയ്യണം എന്നങ്ങനെയാ നമ്മൾ പറയുക. അല്ല, ആ സാഹചര്യം ഓരോ ശരി, ഉണ്ടല്ലോ. എന്തായാലും എനിക്ക് അതിനൊരു പോയ ഈ ചർച്ച സാഹചര്യം അവസാനിപ്പിക്കുമ്പോൾ ഒരു ഉണ്ടല്ലോ. ഉപസംഹാരം നടത്താനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. പഴശ്ശിരാജയിൽ മമ്മൂട്ടി അഭിനയിക്കുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിലുള്ള സംഘപരിവാർ ശക്തികൾക്ക് അല്ലെങ്കിൽ മറ്റാരെങ്കിലുമാണ് കലാകാരന്മാരെ ഇന്നിപ്പോൾ എതിർക്കുന്നതെങ്കിൽ അവർക്ക് സ്വാധീനം ഇത്രമാത്രം ചെലുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഇപ്പോൾ ആ സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവർ മഞ്ജു വാര്യരെ കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടിയിക്കുന്നു എന്നാണ് വിലയിരുത്തേണ്ടി വരുന്നത്. കൃത്യമായ ഉത്തരം ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്കിങ്ങനെ അവസാനിപ്പിക്കേണ്ടി വരില്ലായിരുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജോർജ് കുര്യൻ, പ്രൊഫസർ MN കാരശ്ശേരി, ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ അലൻസിയർ, ശ്രീ കമൽ. സദാചാര ഗുണ്ടാ വിളയാട്ടത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് അടുത്തിടെ ഉണ്ടായ സദാചാര ഗുണ്ടാ വിളയാട്ടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.